നമസ്കാരമുണ്ടേ. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ പലതിനൊപ്പവും കഴിക്കാൻ പറ്റണ നല്ലൊരു മുട്ട റോസ്റ്റ് ആയാലോ? പണ്ട് മുതൽക്കേ നമ്മുടെ കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായ ഹോട്ടലുകളിലും കിട്ടുന്ന ഒരു രുചിക്കൂട്ടാണ് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ മുട്ട റോസ്റ്റ്. കാലത്തെ തന്നെ ചൂട് പൊറോട്ടയും മുട്ട റോസ്റ്റും പണ്ട് മുതൽക്കേ ഉള്ള ഒരു നൊസ്റ്റാൾജിക് ഐറ്റം ആണല്ലോ. അപ്പോൾ സമയം ഒട്ടും കളയാതെ വേഗത്തിലൊരു നാടൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. എല്ലാവരും വായോ. മുട്ട റോസ്റ്റിനായി ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു പാനിലേക്ക് മുട്ട മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് വേണ്ടത്രയും മുട്ടകൾ ഉടഞ്ഞു പോകാതെ മെല്ലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാമേ. മുട്ട ചേർത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് 8 മുതൽ 10 മിനിറ്റോളം മുട്ടയെല്ലാം തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്ത ശേഷം തോടിളക്കി മാറ്റി തണുപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നല്ലൊരു അടിപൊളി ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അടുപ്പിൽ ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കാഞ്ഞ ശേഷം 1 ടീസ്പൂൺ കടുക് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിയ ശേഷം കടുകിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി നുറുക്കിയതും 6 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത ശേഷം ഇത്രയും ചേരുവകൾ ചെറുതീയിൽ പച്ചമണം മാറി വരുന്നത് വരെയും 1 മിനിറ്റോളം ഒന്ന് മൂപ്പിച്ച ശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച ശേഷം 3 വലിയ സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം എല്ലാ ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്നു കിട്ടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ ഞാൻ 6 മുട്ട പുഴുങ്ങിയെടുത്തത് കൊണ്ടാണ് 3 സവാള എടുത്തത് കേട്ടോ. മുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് സവാളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഇനി ഇവനെ ഒന്നിടവിട്ടിളക്കി നല്ലവണ്ണം വഴറ്റിയെടുക്കാം. എന്ന് വെച്ച് ഒരുപാടങ്ങ് മൂത്ത് ബ്രൗൺ ആകണ്ട. ചെറുതായി ഒന്ന് വഴറ്റി സവാള നിറം മാറി ചെറിയൊരു ബ്രൗൺ നിറത്തോടു കൂടി കുഴഞ്ഞു വരുന്ന സമയത്ത് സവാള വടിച്ച് ചട്ടിയുടെ സൈഡിലേക്ക് മാറ്റിയ ശേഷം അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോ സാധാ മുളക് പൊടിയോ ചേർക്കാം. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും ചേർത്ത ശേഷം പൊടികൾ ചെറുതായി ഒന്ന് ഇളക്കി ചൂടാക്കിയ ശേഷം അരികിലേക്ക് വടിച്ചു മാറ്റിവെച്ച വഴറ്റിയ സവാളയും ചേർത്തിളക്കി ചെറുതീയിൽ 2 മിനിറ്റോളം ഒന്ന് വഴറ്റി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. മസാലകളുടെ പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത ശേഷം മസാലക്കൂട്ടുകളും തക്കാളിയും ചേർത്ത് വീണ്ടും നല്ലവണ്ണം വഴറ്റി തക്കാളി ചെറുതായി ഒന്ന് വാടി വരുന്ന ഈ സമയത്ത് ഈ മസാലക്കൂട്ടിലേക്ക് വെറും 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത ശേഷം മസാലകളൊന്ന് ഇളക്കിക്കൂട്ടി തട്ടിപ്പൊത്തിയ ശേഷം ഒരടപ്പിട്ട് മൂടി തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് ഇളം തീയിൽ അടച്ചു വെച്ച് ഇങ്ങനെ വേവിച്ചാൽ തന്നെ പെട്ടെന്ന് തക്കാളി വെന്ത് കുഴഞ്ഞു കിട്ടുമേ. ഇനി 2-3 മിനിറ്റിന് ശേഷം ദേ ഈ അടപ്പ് മാറ്റി മസാലക്കൂട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ദേ കണ്ടോ, തക്കാളി എല്ലാം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ഈ മസാലക്കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാ ഐറ്റംസും കൂട്ടി ഇളക്കി അല്പം തൊട്ട് നാവിൽ വെച്ച് ഉപ്പൊന്ന് നോക്കിയേക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ അല്പം ചേർത്തിളക്കിയ ശേഷം പുഴുങ്ങി തോട് നീക്കി വരഞ്ഞെടുത്ത മുട്ട ചേർത്ത ശേഷം നല്ല കുഴഞ്ഞ മസാല ചേർത്തിളക്കി മുട്ട മസാലയിട്ട് പൊതിഞ്ഞ് തീ ഓഫാക്കിയ ശേഷം ഒരടപ്പിട്ട് മൂടി മസാലകൾ മുട്ടയിലേക്ക് പിടിക്കാനായി 2-3 മിനിറ്റ് ആ ചട്ടിയുടെ ചൂടിൽ തന്നെ അടച്ചു വെച്ചേക്കണം. 3 മിനിറ്റിന് ശേഷം ദേ അടപ്പ് മാറ്റി മുട്ടയും മസാലയും ഒന്നുകൂടി ചേർത്തിളക്കിയെടുത്താലുണ്ടല്ലോ ഒരു 1.5 ഐറ്റം നല്ല നാടൻ രുചിയുള്ള എക്കാലത്തെയും നൊസ്റ്റാൾജിക് രുചിയായ മുട്ട റോസ്റ്റ് റെഡിയാണ് മക്കളെ. അപ്പം പൊറോട്ടയൊക്കെ എത്ര വേണമെങ്കിലും തിന്നാം ഇതും കൂട്ടി. അപ്പോ ഇന്നത്തെ ഈ കൊച്ചു രുചി എല്ലാ കൂട്ടുകാരും ഒന്ന് പരീക്ഷിക്കണേ. കൂടാതെ രുചികളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യണം. ചാനലിൽ ഒരുപാട് റെസിപ്പികളുണ്ട്, എല്ലാം ഒന്ന് കണ്ടു നോക്കണം, ട്രൈ ചെയ്യണം. വീണ്ടും മറ്റൊരു രുചിയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രം വിച്ചൂസ്.